പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോഴും തിരിച്ചടി ഉണ്ടാകും എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുമ്പോഴും, മുഖം നഷ്ടപ്പെടുമ്പോഴും പാകിസ്ഥാൻ അവരെ സംരക്ഷിക്കുകയും അവരുടെ ജീവന് പകരം ചോദിക്കാൻ വരികയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ പ്രകോപനപരമായ പ്രസ്താവനകൾ ഔദ്യോഗികമായി തന്നെ പാക് സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണോ? മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതായിരുന്നു നേരത്തെ ഈ പാക് പ്രധാനമന്ത്രിയും അതോടൊപ്പം പ്രതിരോധ മന്ത്രിമാരൊക്കെ തന്നെയും പ്രതികരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദികൾ തമ്പടിച്ചിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള 9 ഇടങ്ങളിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കാൻ ഇന്ത്യക്കായത്. ഇതിന് പിന്നാലെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം പാക് പ്രധാനമന്ത്രി പോലും ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ട ഭീകരവാദികളെ രക്തസാക്ഷികളായിക്കൊണ്ട് ഒരു തിലകം ചാർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ തങ്ങളുടെ ധീരരായിട്ടുള്ള ജവാന്മാർക്ക് അല്ലെങ്കിൽ ധീരരായിട്ടുള്ള പ്രവർത്തകർക്ക് ഈ ജീവൻ നഷ്ടപ്പെട്ടതിൽ അല്ലെങ്കിൽ അവരുടെ ചോരയ്ക്ക് പകരം ചോര അല്ലെങ്കിൽ രക്തത്തിന് പകരം രക്തം ഞങ്ങൾ വീട്ടിയെടുക്കും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം ഈ തിരിച്ചടി, അതായത് ഇന്ത്യക്ക് എങ്ങനെ തിരിച്ചടി നൽകണം എന്നുള്ളതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട്. അത് ഏത് സമയത്ത് നടപ്പാക്കണമെന്നും തങ്ങൾക്ക് അറിയാം. അത്തരം നടപടികളുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷഹബാസ് ഷെരീഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം ഈ ഇന്ത്യയുടെ ചില വിമാനങ്ങളടക്കം ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള വ്യാജ വാർത്തകൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ഷെരീഫ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാം, സാമൂഹ്യ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിങ്ങൾക്ക് കാണാമെന്നുള്ള കാര്യമാണ് ലോകരാജ്യങ്ങളോട് വെളിപ്പെടുത്തുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം, അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും യുദ്ധവിമാനങ്ങൾ തകർക്കുകയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറെ ചർച്ചയാവുകയും ചെയ്തിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ഷെരീഫിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ സോഷ്യൽ മീഡിയയിൽ, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ഷെരീഫ് പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സത്യസന്ധമല്ലാത്ത അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ കെട്ടിച്ചമക്കുന്ന ഒരു സമീപനം കൂടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായിരുന്നു. മനു, ഇപ്പോൾ പ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത വരുന്നത്, അതായത് നേരത്തെ തന്നെ രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അതായത് കുപ്വാര, ബാരാമുള്ള, ഉറി, അഗ്നൂർ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ സൈന്യത്തിന് നേരെ വെടിവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ബീരങ്കി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു പ്രകോപനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഈ അതിർത്തി മേഖലകൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടിക്കാൻ ഉള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇത്തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി കരസേന, നാവികസേന, വ്യോമസേന മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം മറ്റു സൈന്യത്തിൻ്റെയും ഭാഗത്തും ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതും ഏറെ നിർണായകമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഷഹബാസ് ഷെരീഫിൻ്റെയും അതോടൊപ്പം പാകിസ്ഥാൻ്റെ മറ്റു മന്ത്രിമാരുടെ ഭാഗത്തും ഈ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്.